أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. സദഖല്ലാഹു അൽ അലീം. നമ്മളിന്ന് സൂറ അൽ ബഖറയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറ ഫാത്തിഹ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന ദുആയാണ്. അള്ളാഹുവോട് ഹിദായത്ത് തേടിക്കൊണ്ട് നമ്മൾ നടത്തുന്ന ദുആയാണ്. ആ ദുആയിനുള്ള ഉത്തരമാണ് ഇനി അങ്ങോട്ട് ഖുർആൻ മുഴുവനും. ഈ സൂറ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്ന കേവലമായ ചില അക്ഷരങ്ങൾ കൊണ്ടാണ്. ഈ സൂറയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആലു ഇമ്രാൻ്റെ കൂടെ ചേർത്തുകൊണ്ട് അസ്സഹ്റാവാൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസിൽ കാണാം, ഇഖ്റഉ സഹ്റാവൈൻ, നിങ്ങൾ രണ്ട് പ്രകാശങ്ങളെ, സഹ്റാവാൻ എന്ന് പറഞ്ഞാൽ ലിറ്ററലി രണ്ട് തിളങ്ങുന്ന പ്രകാശിക്കുന്ന സംഗതികൾ, സാധനങ്ങൾ, രണ്ട് പ്രകാശങ്ങൾ, അതിനെ പാരായണം ചെയ്യൂ. അൽ ബക്കറത്ത വ സൂറത്ത് ആലി ഇമ്രാൻ, അതായത് സൂറ ആലു ഇമ്രാനും സൂറ ബക്കറയും. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയുന്നത് സുമ്മിയത്ത സഹ്റാവൈൻ, ഇത് രണ്ടിനെയും അങ്ങനെ പേര് വെക്കപ്പെട്ടത്, അങ്ങനെ വിളിക്കപ്പെട്ടത് ഇത് രണ്ടും ലി നൂരിഹിമ, അതിൻ്റെ പ്രകാശം കൊണ്ടും, വഹിദായത്തിഹിമ, അതിൻ്റെ ഗൈഡൻസ് കൊണ്ടും, വഅലീമി അജിരിഹിമ, അതിൻ്റെ മഹത്തായ പ്രതിഫലം കൊണ്ടുമാണ് ഈ രണ്ട് സൂറയുടെയും. അപ്പോൾ ഇതിൻ്റെ ഒരു പേര്, ഈ രണ്ട് സൂറകളെയും റസൂൽ ചേർത്ത് വിളിച്ചതാണ് അസ്സഹ്റാവാൻ. ഇതിൻ്റെ തുടക്കത്തിലുള്ള അലിഫ് ലാം മീം പോലെയുള്ള കേവല അക്ഷരങ്ങൾ, ഖുർആനിലെ ഓരോ വിഷയങ്ങളും ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ, അതായത് ഇങ്ങനെയുള്ള കേവലാക്ഷരങ്ങൾ, അതുപോലെ ഖുർആൻ ഇറങ്ങിയ പശ്ചാത്തലത്തെക്കുറിച്ച്, ഖുർആൻ്റെ എഴുത്തിനെക്കുറിച്ച്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു ശാഖയാണ് ഉലൂമുൽ ഖുർആൻ, ഖുർആനിക് സയൻസസ് എന്ന് പറയുന്നത്. അതിലിതിനെ സാങ്കേതികമായിട്ട് അൽ മുഖത്തആത്ത് അല്ലെങ്കിൽ അൽ ഹുറൂഫുൽ മുഖത്തആത്ത്, ദ ബ്രോക്കൺ ലെറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ അബ്രിവേറ്റഡ് ലെറ്റേഴ്സ് എന്നും പറയും. ബ്രോക്കൺ എന്നാണ് ലിറ്ററലി അർത്ഥം, അൽ മുഖത്തആത്ത്, ദ ബ്രോക്കൺ ലെറ്റേഴ്സ്. അങ്ങനെ പറയാൻ കാരണം ഇത് സെപ്പറേറ്റ് ആണ് ഓരോന്നും വായിക്കുന്നത്. അലിഫ് സെപ്പറേറ്റ് ആണ് വായിക്കുന്നത്, ലാമ് സെപ്പറേറ്റ് ആണ്, മീം സെപ്പറേറ്റ് ആണ്. ഇങ്ങനെ പല സൂറകളിലും കാണാൻ കഴിയും. യാസീൻ, അതുപോലെ ത്വാഹ, ഇങ്ങനെ കാഫ് ഹായ ഐൻ സ്വാദ്, ഇങ്ങനെ 29 സൂറകളിൽ. അറബി അക്ഷരങ്ങൾ ഹംസ ഉൾപ്പെടെ 29 അപ്പോൾ 29 സൂറകളിലും ഇത്തരത്തിൽ ഹുറൂഫുൽ മുഖത്താത്ത് വന്നിട്ടുണ്ട്, ബ്രോക്കൺ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. എത്ര ലെറ്റേഴ്സ് ഉണ്ട് ബ്രോക്കൺ ലെറ്റേഴ്സായിട്ട് വന്നത്? 14 ലെറ്റേഴ്സ്. അറബിക്കിൽ മൊത്തം ലെറ്റേഴ്സിൽ 14 ലെറ്റേഴ്സ് ഇത്തരത്തിൽ വന്നിട്ടുണ്ട്. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടില്ല, 14 ലെറ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളല്ല, ഒരുപാട് തിയറികൾ തന്നെ പല വ്യാഖ്യാതാക്കളും പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ സവിസ്തരം പ്രതിപാദിക്കുക എന്നുള്ളത് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല. മാത്രമല്ല പലതും നമുക്ക് അത്ര ഉപകാരപ്രദവുമല്ല. എന്നാലും ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ പറയാം. ഇതിനെക്കുറിച്ച് ഇമാം റാസി റഹ്മത്തുള്ളാഹി പറയുന്ന ഒരു കാര്യം, തുടക്കം തന്നെ ഇത്തരത്തിലുള്ള അക്ഷരങ്ങൾ വഴി നമ്മൾ സ്റ്റക്കാവുകയാണ്. കാരണം ഇതൊന്നും നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ അക്ഷരങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യാഖ്യാനവും വിശദീകരണവും വന്നിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്, നമ്മളെ അറിവ് നേടാനുള്ള നമ്മുടെ കഴിവെത്ര പരിമിതമാണ്, അല്ലെങ്കിൽ എത്രമാത്രം കുറച്ചേ നമുക്ക് അറിയാൻ കഴിയും, നമ്മുടെ ഒരു പരിമിതിയെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു വിശദീകരണം ഇമാം റാസി റഹ്മത്തുള്ളാഹി ഇതിന് നൽകിയിട്ടുണ്ട്. ഒരുപാട് വിശദീകരണങ്ങൾ ഞാൻ ശ്രദ്ധേയമായ 1-2 എടുത്ത് പറയുക മാത്രമാണ് ചെയ്യുന്നത്. അതേപോലെ ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ അൽ കശാഫിൽ, നമ്മൾ അദ്ദേഹത്തെ സാഹിബുൽ കശാഫ് എന്നാണ് പലപ്പോഴും പറയുക, കശാഫിൻ്റെ രചയിതാവായ ഇമാം സമഖ്ശരി റഹ്മത്തുള്ളാഹി അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഈ വന്നിരിക്കുന്ന 14 അക്ഷരങ്ങൾ, ഈ 14 അക്ഷരങ്ങളും എല്ലാ ടൈപ്പ് അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്തിൻ്റെയും സ്ഥാനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പല ടൈപ്പാണ് അക്ഷരങ്ങൾ. അപ്പോൾ അറബിയിലെ ഏതാണ്ട് എല്ലാ ടൈപ്പ് അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ 14 അക്ഷരങ്ങൾ. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേവലമായ ചില അക്ഷരക്കൂട്ടുകൾ ഉണ്ടാക്കുക വഴി നമ്മളോട് പറയുന്നത് ഇത് നിങ്ങളുടെ കയ്യിലുള്ള അക്ഷരങ്ങളാണ്, നിങ്ങളുടെ കയ്യിലുള്ള 28, 29 അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള 29 അക്ഷരങ്ങൾ കൊണ്ടാണ് ഞാനും ഇങ്ങനെ ഒരു കിതാബ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള സാധനമാണ്. അതാണ് ഇതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്. ഈ ഖുർആനിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് അതാണ്. നിങ്ങളുടെ കയ്യിലും അതുണ്ട്. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നും ആകില്ല. അതിനെ മറ്റൊരു രീതിയിൽ നമുക്ക് ഫീദുലാൽ ഖുർആനിൽ കാണാം, മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. പക്ഷേ മണ്ണ് കൊണ്ട് മണ്ണാണ് മണ്ണിലെ എലമെൻസാണ് മനുഷ്യനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെങ്കിലും മണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ മനുഷ്യനെ പോലെ ഒരു ജീവിയെ നമുക്കുണ്ടാക്കാൻ കഴിയില്ല എന്ന പോലെ ഈ അക്ഷരങ്ങളൊന്നും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ഖുർആൻ്റെ ഈജാസ്, അതിൻ്റെ ഒരു അത്ഭുതത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കേവലാക്ഷരങ്ങൾ വന്നിരിക്കുന്നതെന്നാണ്. മാത്രവുമല്ല, ഈ കേവലാക്ഷരങ്ങളെക്കുറിച്ച് പല തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് വന്നിട്ടുണ്ട്. ഇതൊരു സീക്രട്ട് കോഡാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു റസൂലും തമ്മിൽ റസൂലിന് മനസ്സിലായിട്ടുണ്ടാകാം, പക്ഷേ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വന്നിട്ടില്ല. മാത്രമല്ല, ഇതിലെ അലിഫിനെയും ലാമിനെയും മീമിനെയൊക്കെ ഓരോന്നിനും ഓരോ അർത്ഥങ്ങളുണ്ട്. അലിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആണ്, ലാമ് ജിബ്രീലാണ്, മീമ് മുഹമ്മദാണ്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട 1-2 കാര്യങ്ങൾ, അറബികൾക്ക് സുപരിചിതമായൊരു രീതിയായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സ്വഹാബാക്കളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ്റെ ശത്രുക്കളിൽ നിന്ന് ആക്ഷേപവും വന്നിട്ടില്ല. അവർക്ക് സുപരിചിതമായ ഒരു ശൈലി തന്നെയാണിത്. ഒന്നാമത്തത്, കവിതകളിലൊക്കെ ഇത്തരം ശൈലികൾ വന്നിട്ടുണ്ട്. ജാഹിലിയ കവിതകളിലൊക്കെ അത്തരം ചില കവിതകൾ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഒരു കവിത ഇങ്ങനെയാണ് ഉദ്ധരിക്കുന്നത്: ബിൽ ഖൈരി ഖൈറാത്തുൻ വൈൻ ഷർറ ഫ വലാ ഉരീദു ഷർറ ഇല്ലാ അൻ ത. അതായത് ചില അക്ഷരങ്ങൾ കൊണ്ട് അത് അവസാനിപ്പിക്കുകയാണ് കവിത. അതിൻ്റെ യഥാർത്ഥത്തിൽ ബിൽ ഖൈരി ഖൈറാത്തുൻ വൈൻ ഷർറ ഫ എന്നുള്ളത് വൈൻ ഷർറ ഫ ഷർറുൻ, അതിനെ ഒന്ന് ചുരുക്കിയിട്ട് ഫായിൽ ഒതുക്കി. അതുപോലെ വലാ ഉരീദു ഷർറ ഇല്ലാ അൻ ത, അത് യഥാർത്ഥത്തിൽ വലാ ഉരീദു ഷർറ ഇല്ലാ അൻ തഷാ എന്നാണ്. അവിടെയുള്ള തഷായെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് തായാക്കി മാറ്റി. അപ്പോൾ ഇത്തരത്തിൽ ഷോർട്ടാക്കിയിട്ട് ഒരക്ഷരത്തിൽ ഒതുക്കുക എന്നുള്ളത് കവിതകളിലൊക്കെ ഉപയോഗിക്കപ്പെട്ട ശൈലിയാണ്. അതിന് പുറമേ നമ്മൾ അറിയേണ്ടത്, ഈ അറബിക് അക്ഷരമാലയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ആദ്യമായിട്ട് റേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത് മെസപ്പൊട്ടോമിയയിലും ഈജിപ്തിലൊക്കെയാണ്, പിന്നെ ചൈനയിലൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ആൻഷ്യൻ്റായിട്ട് മെസപ്പൊട്ടോമിയയിലും ഈജിപ്തിലുമാണ്. സുമേറിയൻ ഈജിപ്ഷ്യൻ ഹീറോഗ്ലിഫ്സ്, അതിൽ നിന്നാണ് ഹീബ്രു ഈജിപ്ഷ്യൻ റേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് ആൻഷ്യൻ്റ് അറബി റേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിട്ടുള്ളത്. അത്തരം റേറ്റിംഗ് സിസ്റ്റം ലോഗോഗ്രാഫിക് റേറ്റിംഗ് സിസ്റ്റമാണ്. അതായത് പിക്ചേഴ്സ് നമ്മുടെ ചൈനീസ് ലെറ്റേഴ്സൊക്കെ മാതിരി ഒരു ലെറ്റർ തന്നെ ഒരാശയത്തെയോ ഒരു വസ്തുവിനെയോ പ്രതിനിധീകരിക്കും. അത് ഹീബ്രുവിൽ ആൽഫബറ്റ്, ഹീബ്രുവിൽ അലിഫ്, ബെയ്ത്ത്, ഗീമൽ എന്നൊക്കെയാണ് പറയുക. ഹീബ്രുവിലെ ലെറ്റേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. അതിൽ അലിഫ് എഴുതിയിരുന്നത്, ആൻഷ്യൻ്റ് അറബിയിലെ അലിഫ് എഴുതിയിരുന്നത്, അലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശുവിനെ ഉദ്ദേശിച്ചിട്ടാണ്. അത് എഴുതിയിരുന്നതും പശുവിനെ പോലെയാണെന്നും, ബെയ്ത്ത്, അലിഫ് ബേത്ത് ഗീമൽ, ബേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണെന്നും ഹീബ്രുവിൽ, അത് എഴുതിയിരുന്നതും വീട് പോലെയാണെന്നും, അതുപോലെ ആൻഷ്യൻ്റ് അറബിയിലും. അതുപോലെ ഗീമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടകം, നമ്മൾ പിന്നെ ക്യാമൽ എന്നൊക്കെ പറയുന്നത്, അത് എഴുതിയിരുന്നതും അങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു നിരീക്ഷണം ഇമാം അമീദുദ്ദീൻ ഫറായി റഹ്മത്തുള്ള വിശദമായിട്ട് എഴുതുന്നുണ്ട്. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ത്വാ എന്ന് പറയുന്ന അക്ഷരം എഴുതിയിരുന്നത് സർപ്പം പോലെയാണ്, ആ അക്ഷരം ഉദ്ദേശിച്ചിരുന്നതും സർപ്പമാണ്.
അതുപോലെ മീം എഴുതിയിരുന്നത് തിരമാല പോലെയാണ്, തിരമാലയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അക്ഷരങ്ങളെക്കുറിച്ച് ത്വാ പാമ്പിനെ പോലെയാണ്, മീം തിരമാല പോലെയാണ്, നൂന് ഫിഷ് പോലെയാണ്, നൂൻ എഴുതിയിരുന്നത് മീനെ പോലെയാണ്, അപ്പോൾ നൂന് കൊണ്ട് മീൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനേറ്റവും ഉപോത്ബലകമായ ഒരു തെളിവ് അദ്ദേഹം പറയുന്നത് സൂറ അംബിയായിൽ യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വദന്നൂൻ എന്ന് പറയുന്നുണ്ട്, നൂനുകാരൻ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ സൂറ അൽ കലം തുടങ്ങുന്നത് നൂന് വെച്ചാണ്. നൂൻ എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങുന്നത്. അതിൽ പറയുന്നുണ്ട് ഫസ്ബിർ ലി ഹുക്മി റബ്ബിക, നിൻ്റെ റബ്ബിൻ്റെ ഹുക്കുമിന് നീ ക്ഷമിച്ചു നിൽക്കുക. വലാത്തക്കുൻ ക സാഹിബിൽ ഹൂത്ത്, മത്സ്യക്കാരനെ പോലെ നീ ആകരുത്. അതായത് യൂനുസ് അലൈഹിസ്സലാമിനെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ പോലെ ക്ഷമയില്ലാതെ നീ ആകരുത്, നീ ക്ഷമിച്ചു നിൽക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് നീ ക്ഷമിച്ചു നിൽക്കുക. ഇവിടെ സ്വാഹിബുൽ ഹൂത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഖുർആൻ്റെ തുടക്കത്തിൽ നൂന് വെച്ചാണ് തുടങ്ങുന്നത്. ഇതേ യൂനുസ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് സൂറ അൽ അംബിയായിൽ വദന്നൂൻ, ദുന്നൂൻ എന്ന് നൂനുകാരൻ അഥവാ മീൻകാരൻ, മത്സ്യക്കാരൻ എന്ന് പറഞ്ഞതും. അപ്പം നൂന് മത്സ്യമാണ്. അത് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇതുപോലെ ത്വാഹ, അതുപോലെ ത്വാസീൻ, ത്വാസീൻ മീം ഇങ്ങനെയൊക്കെ തുടങ്ങുന്ന ത്വാ വെച്ച് കൊണ്ട് തുടങ്ങുന്ന സൂറകളിലൊക്കെയും മൂസ അലൈഹിസ്സലാമിൻ്റെ വടി പാമ്പാകുന്ന കഥയും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു റിലേഷൻ പാമ്പുമായിട്ടുള്ളൊരു ബന്ധം നമുക്കങ്ങനെ ഊഹിക്കാവുന്നതാണ്. അപ്പം ഇതും ഒരു ഒപ്പീനിയനാണ്, ഇതും ഒരു അഭിപ്രായം മാത്രമാണ്. ഇത്തരത്തിൽ ആൻഷ്യൻ്റ് അറബിക്ക് അത് എഴുതിയിരുന്നത് നമ്മുടെ ചൈനീസ് ലെറ്റേഴ്സൊക്കെ മാതിരി ലോഗോഗ്രാഫിക് റൈറ്റിംഗ് സിസ്റ്റം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രീതി അലിഫ് ലാം മീം എന്നൊക്കെയുള്ള ഒരു രീതി അറബിയിൽ ആൻഷ്യൻ്റായിട്ട് നിലനിന്നിരുന്ന ഒരു രീതിയും, അല്ലെങ്കിൽ അറബിക് ലെറ്റേഴ്സിൻ്റെ സ്വഭാവത്തെയും മനുഷ്യൻ്റെ മൊത്തം അക്ഷരങ്ങളുടെ പരിണാമത്തെയൊക്കെ കുറിക്കുന്ന എന്തൊക്കെയോ സൂചനകൾ നൽകുന്നുണ്ട്. വായിക്കാൻ വേണ്ടിയാണല്ലോ ഖുർആൻ പറയുന്നത്. അപ്പോൾ വായന തുടങ്ങുമ്പോൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ വായനയും എഴുത്തും ആ എഴുത്തിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായത് എന്നുള്ളതിലേക്കുള്ള ചില സൂചനകളൊക്കെ നമുക്ക് ഭാഷയെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയും. ഖുർആനിൽ ഇത്തരം ഹുറൂഫുൽ മുഖത്താഴത്ത് ആ സൂറകളുടെ പേരാണ് എന്നും ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ടതാണ്. പല സൂറയുടെയും കാര്യത്തിൽ നമുക്കറിയാം, യാസീൻ, ത്വാഹ, നൂൻ എന്നൊക്കെ ഉള്ളത് സൂറയുടെ പേരായിട്ടും പറയും. അലിഫ്ലാമീം പോലെയുള്ളത് ഒരുപാട് സൂറകൾക്ക് വന്നതുകൊണ്ട് പേര് എന്ന് പറയുമ്പോൾ ഓരോന്നിനെയും സ്പെഷ്യലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കണമല്ലോ. പക്ഷേ അതിനൊക്കെ വേറെ പേരുകളുണ്ട്. ഇപ്പോൾ അൽബക്കറ, ആലു ഇമ്രാൻ, ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ അലിഫ്ലാമീം തന്നെ വരുന്നു. അലിഫ്ലാമീം സൂറകൾ എന്നാണ് അതിനെ പൊതുവായിട്ട് പറയാറ്. അപ്പോൾ ഒരു സെക്കൻഡ് നെയിം, ഒരു ലാസ്റ്റ് നെയിമൊക്കെ ആയിട്ട് ഇതിനെ കണ്ടിട്ടുണ്ട്. അലിഫ്ലാമീം സൂറ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് പേരുമാണ്, അതും ഏറെക്കുറെ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പേര് വെക്കുന്ന ഇത്തരത്തിലൊരു സിസ്റ്റം, കേവലാക്ഷരങ്ങൾ വെച്ചുകൊണ്ട് പേര് വെക്കുന്ന ഒരു സിസ്റ്റം നേരത്തെ അറബികൾക്ക് ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം അവർ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഉന്നയിക്കാതിരുന്നത്. പേരാകുമ്പം പലപ്പോഴും പേരിൻ്റെ അർത്ഥം അറിയണമെന്നില്ല, പേര് കൊണ്ട് ഐഡൻറ്റിഫിക്കേഷനായിരിക്കും ഉദ്ദേശിക്കുക.